ഒരു മനുഷ്യൻ്റെ ജനനത്തിൽ തന്നെ അയാളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ അയാൾ കർമ്മങ്ങൾ എന്തിനു ചെയ്യണം? ഈ ചോദ്യം ഉത്തരം പറയുന്നതിന് വേണ്ടി ബഹുമാന്യനായ CP അബ്ദുസ്സമദിനോട് ആവശ്യപ്പെടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമിൻ്റെ വിധിവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണിത്. ആദ്യമായിട്ട് നമ്മൾ വിധിവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അള്ളാഹു നമ്മളെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും നമ്മളെക്കൊണ്ട് നന്മയും തിന്മയും ചെയ്യിപ്പിക്കുകയും അതിൽ നമുക്കൊരു സ്വാധീനവുമില്ലാത്ത നമ്മൾ ആ പ്രവർത്തനങ്ങൾ യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കുകയും അവസാനം അള്ളാഹു നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിച്ച നന്മ കൊണ്ടും തിന്മ കൊണ്ടും നമ്മളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കൊണ്ടുപോയിടുകയുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിധിവിശ്വാസമെന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഖുർആൻ വായിക്കുമ്പോൾ, ഹദീസുകൾ വായിക്കുമ്പോൾ, പ്രവാചകൻ്റെ സുന്നത്ത് പരിശോധിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു ജീവിതക്രമത്തെ പറ്റിയല്ല ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. അള്ളാഹു നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നേ നിശ്ചയിച്ചുകൊണ്ട് നമ്മളെ ചെയ്യിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. സൂറത്തുൽ ഇൻസാൻ അള്ളാഹു തആല പറയുന്നുണ്ട്, ഇന്ന ഹദൈനാഹു സബീൽ. അള്ളാഹു നമ്മളോട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അവന് വഴി കാണിച്ചു കൊടുക്കുന്നു. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. വഴി കിട്ടിയ മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്? വഴി കാണിക്കപ്പെട്ട മനുഷ്യനാണ്. മുന്നിൽ രണ്ട് വഴികൾ വ്യക്തമായ മനുഷ്യനാണ്. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. അവൻ ഒന്നുകിൽ ശുക്ർ ചെയ്യുന്നു, നന്ദി കാണിക്കുന്നു, ഔ കഫൂറ, അല്ലെങ്കിൽ അവൻ കുഫ്ർ ചെയ്യുന്നു, നിഷേധിയാവുന്നു. അത് അവൻ ചെയ്യുന്ന കാര്യമാണ്, അത് അവൻ്റെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവന് പരലോകത്ത് അല്ലാഹു തആല ശിക്ഷ നൽകുന്നത്, അല്ലെങ്കിൽ രക്ഷ നൽകുന്നത്. അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യനോടും അനീതി കാണിക്കുന്നവനല്ല. വലാ യുദ്ലമൂന ഫതീല വലാ യുദ്ലമൂന ഖലീല വലാ യുദ്ലമൂന നഖീറ. അനേകം ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു തരിമ്പ് പോലും അനീതി ഒരു മനുഷ്യനും ലഭിക്കൂല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ ളലമഹുമുല്ലാഹ് വലാകിൻ അൻഫുസഹും യദ്ലിമൂൻ. ഒരിക്കലും അല്ലാഹു അല്ല ആരോടും അക്രമം കാണിച്ചത്, വലാകിൻ അൻഫുസഹും, അവർ തന്നെയാണ് അവരുടെ സ്വന്തത്തോട് യുദ്ലമൂൻ, അവർ അക്രമം കാണിച്ചത്. അപ്പം നമ്മളാണ് നമ്മളോട് അക്രമം കാണിക്കുന്നത്, അള്ളാഹു അല്ല നമ്മളോട് അക്രമം കാണിക്കുന്നത്. അള്ളാഹു അല്ല നമ്മളെ നിഷേധിയാക്കുന്നത്, അള്ളാഹു അല്ല നമ്മളെ വഴികളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് പരലോകത്ത് അനീതി ഉണ്ടാവില്ല എന്നറിയണമെങ്കിൽ ആ ഒറ്റ കാര്യം നോക്കിയാൽ മതി. അതാ പരലോകത്ത് അള്ളാഹു നരകത്തിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ വാക്കുകൾ എടുത്ത് പറയുന്നുണ്ട്. ഒരു നീതിയുടെ സംവിധാനത്തിൻ്റെ പൂർണ്ണ നമുക്കവിടെ കാണാൻ പറ്റും. എപ്പോഴും ഒരു നീതിയുടെ സംവിധാനം പൂർണ്ണമാവുക, ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയാത്തൊരു പ്രത്യേകത നമുക്കവിടെ കാണാൻ പറ്റും. ഒരു ശിക്ഷ ലഭിക്കുന്നയാൾ തനിക്ക് ലഭിച്ച ശിക്ഷയിൽ തൃപ്തനായി പോകുന്നത്, തനിക്ക് ആ ശിക്ഷ അർഹമായിരുന്നു എന്ന് മനസ്സിലാക്കി പോകുന്നത് അള്ളാഹുവിൻ്റെ പരലോക സംവിധാനത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. സൂറത്ത് മുൽക്കിൽ ഇങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് അള്ളാഹു തആലയോട് ചോദിക്കുന്നുണ്ട്, ഈ മലക്കുകൾ ചോദിക്കുന്നതായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളിലേക്ക് ദൂതന്മാർ വന്നിരുന്നില്ലേ, നദീർ വന്നിരുന്നില്ലേ, മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ? അവർ പറയുന്ന മറുപടി എന്താ? മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ല, എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നില്ല, എനിക്ക് ഇത് തിരഞ്ഞെടുക്കാനുള്ള സ്വാധീനമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അള്ളാഹു എന്നെ കൊണ്ട് തിരഞ്ഞെടുപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ നരകത്തിലെത്തിയെന്നാണോ പറയുന്നത്? അള്ളാഹു എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് നരകത്തിലെത്തിയെന്നാണോ പറയുന്നത്? ഒരിക്കലും അല്ല. അവിടെ എന്താ മനുഷ്യൻ പറയുന്നത്? ഖാലു ബല, അതെ എനിക്ക് വന്നിരുന്നു, ഖദ് ജാഅനാ നദീർ, ഞങ്ങളിലേക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു, ഫകദ്ദബ്നാ വഖുൽനാ, ഞങ്ങൾ നിഷേധിച്ചു, ഞങ്ങൾ പറഞ്ഞു എന്ത്? മാ അൻസൽ, അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ നരകത്തിൽ എത്തൂലായിരുന്നു. അതിനർത്ഥം എന്താണ്? ഇസ്ലാമിൻ്റെ വിധിവിശ്വാസം പറയുന്നത് എന്താ? ഒരിക്കലും ഖുർആൻ്റെ ആയത്ത് പരിശോധിച്ചാൽ അള്ളാഹു ഒരു പ്രവർത്തനം തീരുമാനിക്കുന്നു, നമ്മൾ അത് ചെയ്യുന്നു, നമ്മൾ നിഷേധിയാവുന്നു, നമ്മൾ നരകത്തിലേക്ക് അള്ളാഹു തആല ആ നിഷേധിയായതുകൊണ്ട് നമ്മളെ കൊണ്ടുപോയിടുന്നു, അള്ളാഹു നിഷേധിയാക്കി ശേഷം കൊണ്ടുപോയിടുന്നു. അങ്ങനെയല്ല നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ സുന്നത്തോ ഖുർആനോ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. പിന്നെ എന്താ ഇത്? ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അള്ളാഹു അവൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നു പറയുന്ന കാര്യം എന്താ? അത് അള്ളാഹുവിൻ്റെ അറിവാണ്, ഇൽമാണ്. അള്ളാഹുവിന് അറിയാം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. അതിനർത്ഥം അള്ളാഹു ആണ് ചെയ്യിപ്പിക്കുന്നതെന്നല്ല. അള്ളാഹുവിന് അറിയാം നമ്മളിന്ന് തിരഞ്ഞെടുക്കുമെന്ന് തിരഞ്ഞെടുക്കില്ല, ഏത് പ്രവർത്തനത്തിലേക്ക് പോകും, ഏത് പ്രവർത്തനത്തിലേക്ക് പോകില്ല. അതവൻ്റെ ഇൽമാണ്. അവൻ അറിയുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവൻ അറിയുന്നതാണ്. എന്തുകൊണ്ട് അള്ളാഹുവിന് അറിയുന്നത്? അവന് സമയം ബാധകമല്ലാത്ത, സമയത്തിന് അതീതമായ, സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന, സമയത്തെ സൃഷ്ടിച്ചവനാണ് പഠിച്ചവൻ. അവനൊരു സമയം കഴിഞ്ഞാലേ അടുത്ത കാര്യം അറിയുന്നില്ല. അള്ളാഹുവിന് നാളെ ആയാലേ നാളത്തെ കാര്യം അറിയുന്നില്ല. അള്ളാഹു സമയത്തിന് അതീതനാണ്.
സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന, സമയത്തിൻ്റെ അധിപനായ, സമയത്തിൻ്റെ സ്രഷ്ടാവാണ്. അള്ളാഹ്ക്ക് സമയത്തെ നിയന്ത്രിക്കാൻ പറ്റണല്ലോ, എന്നാലാണല്ലോ അള്ളാഹു ആവുള്ളൂ. അപ്പോൾ സമയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചവന് പറ്റും. നാളെയുടെ കാര്യം അറിയാൻ അള്ളാഹുവിന് നാളെ ആവേണ്ട ആവശ്യമില്ല. അതിനർത്ഥം അള്ളാഹു അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതല്ല. നമ്മൾ ചെയ്യുന്നത് അള്ളാഹു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം കൊണ്ടും തിരഞ്ഞെടുക്കാനുള്ള അവകാശങ്ങൾ കൊണ്ടുമാണ്. അതുകൊണ്ട് നമ്മൾ നിഷേധിയാവുന്നോ അല്ലെങ്കിൽ നമ്മൾ ശരിയായ വഴി നിലനിൽക്കുന്നുവോ അത് അള്ളാഹുവിന് മുന്നേ അറിയാം. അള്ളാഹുവിന് മുന്നേ അത് അറിയാം. എന്തുകൊണ്ട് അള്ളാഹുവിനെ അറിയുന്നത്? അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടും സമയത്തിന് അതീതനായതുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 10 കൊല്ലം ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിച്ച എല്ലാ ഗുണങ്ങളുള്ളൊരു അധ്യാപകനെ പറ്റി ചിന്തിക്കുക. 10 കൊല്ലം ബന്ധമുണ്ട് വിദ്യാർത്ഥി അധ്യാപകനും തമ്മിൽ. മറ്റൊന്ന്, അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര അധ്യാപകന് വേണ്ട എല്ലാ ഗുണങ്ങളുള്ളൊരു മനുഷ്യനാണ്. ഈ അധ്യാപകന് 10 കൊല്ലം കഴിഞ്ഞ് ആ വിദ്യാർത്ഥി എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആ വിദ്യാർത്ഥി ഏതൊക്കെ ഉത്തരം എഴുതുമെന്ന് വ്യക്തമായി പ്രവചിക്കാൻ സാധിക്കുമല്ലയോ? സാധിക്കും. ആ അധ്യാപകൻ പ്രവചിച്ചത് കൊണ്ടാണോ കുട്ടി ഇങ്ങനെ ഉത്തരം എഴുതിയത്? അല്ല. മറിച്ച് എന്തുകൊണ്ട് അധ്യാപകന് പ്രവചിക്കാൻ പറ്റിയത്? ഈ കുട്ടിയോടുള്ള ബന്ധം കാരണവും അധ്യാപകന്റെ കഴിവ് കാരണമാണ്. അള്ളാഹുവിന് നമ്മളോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവിൻ്റെ ബന്ധമാണ്, അത്രയും അടുത്ത ബന്ധമാണ്. അള്ളാഹുവിൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിയുന്നവനാണ്. അപ്പോൾ എല്ലാത്തിനും കഴിയുന്ന മനുഷ്യൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിന് നമ്മൾ നാളെ ചെയ്യുന്ന കാര്യം അറിയാൻ നാളെ ആവേണ്ട ആവശ്യമില്ല. അവൻ സമയത്തിന് അതീതനാണെന്ന് മനസ്സിലാക്കുക. അതിനപ്പുറം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്, നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണെന്നാണ് ഖുർആൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും.